ചാനലിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കാഞ്ഞങ്ങാട് നഗരം തന്നെ വിഷു വിപണിയാൽ സജീവമായിരിക്കുകയാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ശോഭിക വെഡിങ് സെന്ററിന്റെ മുന്നിലാണ്. ഇവിടെ വിഷു വിപണി കെങ്കേമമായി നടക്കുകയാണ്. നല്ല തിരക്കാണ്. പുറത്ത് നോക്കിയാൽ തന്നെ കാണാം, കണിക്കൊന്നകളാൽ അലങ്കരിച്ചിട്ടുണ്ട് ഇവിടം മുഴുവനായിട്ടും. നമുക്ക് അകത്ത് ചെന്ന് വിശദമായി കാണാൻ വരും. ശോഭിക വെഡിങ്സിലെത്തുന്ന കസ്റ്റമേഴ്സിന് വേണ്ടി നമ്മൾ കുറച്ച് കുസൃതി ചോദ്യങ്ങളായാണ് സൂത്രധാരൻ ഇന്ന് എത്തിയിരിക്കുന്നത്. നമുക്കിവിടെ ഒരു കസ്റ്റമർ ഉണ്ട്. നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ അവരോട് തന്നെ ആവാം. എന്താണ് പേര്? മുനീർ. എന്താണ് പേര്? ജോൺ. എന്തെടുക്കാനാണ് വന്ന? വിഷു തുണിത്തരങ്ങളാണോ? ഈസ്റ്ററിന്റെ പർച്ചേസ് ആണ് അല്ലേ? ഇവിടുത്തെ കളക്ഷൻസ് ഒക്കെ എങ്ങനെയാണ്? ഇതുവരെ വന്നിട്ടുണ്ടോ ഇവിടെ? കഴിഞ്ഞ 4 വർഷമായിട്ട് ശോഭികന്ന് പർച്ചേസ് ചെയ്യാറുണ്ട്. എങ്ങനെയാണ് കളക്ഷൻ ഒക്കെ? ഏറ്റവും മികച്ച കളക്ഷനാണ് ശോഭിക. അതെ, കാഞ്ഞങ്ങാട് നഗരത്തിന്റെ ഹൃദയഭാഗത്ത് തിളങ്ങി നിൽക്കുന്ന ഒന്നാണ് ശോഭിക വെഡിങ് സെന്റർ. എല്ലാവർക്കും അറിയാം. നമുക്ക് കൂടുതൽ വിശദമായി പോകുന്നതിന് മുമ്പ് നമുക്ക് ചോദ്യത്തിലോട്ട് പോവാം. ചോദ്യം ചോദിച്ചോട്ടെ? ചോദ്യതാണ് മാരേജിന് മുൻപായി ഡിവോഴ്സ് വരുന്നത് എവിടെയാണ്? മാരേജിന് മുൻപായിട്ട് ഡിവോഴ്സ് വരുന്നത് എവിടെയാണ്? മാരേജിന് മുമ്പായിട്ട് ഡിവോഴ്സ് വരില്ല. നിങ്ങളെ മറ്റേ കോഴ്സ് എടുക്കുന്നുണ്ട് ക്രിസ്ത്യൻസിന്റെ. കുസൃതി ചോദ്യമാണ്. സോറി, അറിയില്ല. ഒന്ന് ആലോചിച്ച് നോക്ക്. കുറച്ച് സമയം ഒന്ന് ആലോചിച്ച് നോക്ക്. ക്വസ്റ്റ്യൻ ഒന്നുകൂടെ പറയണോ ഞാൻ? മാരേജിന് മുൻപ് ഡിവോഴ്സ് വരുന്നത് എവിടെയാണ്? കുസൃതി ചോദ്യമാണ്. ആരും ഉറക്കം പറയല്ല കേട്ടോ. മാരേജിന് മുമ്പായിട്ട് ഡിവോഴ്സ് വരുന്നത് എത്തി അടുത്തെത്തി. ആലോചിച്ച് നോക്ക്. നാവിന്റെ തുമ്പത്തുണ്ടെന്ന് തോന്നുന്നു. ഉണ്ട്. ഇല്ല. ഓക്കെ, അപ്പം ശരി. കണ്ടതിൽ സത്യം. എല്ലാവരും നല്ല തിരക്കിലാണെന്ന് അറിയാം. ഞങ്ങളൊരു കുസൃതി ചോദ്യമായിട്ടാണ് എത്തിയിരിക്കുന്നത്. ഒരു ചോദ്യം ചോദിച്ചോട്ടെ? നല്ല തിരക്കാണെന്ന് അറിയാം. വിഷു വിപണി ശോഭിക വെഡിങ്സിൽ തകൃതിയായി നടക്കുകയാണ്. എങ്ങനെയുണ്ട് ഇവിടുത്തെ കളക്ഷൻസ് ഒക്കെ? ആദ്യം അത് ചോദിക്കട്ടെ. കളക്ഷൻസ് ഒക്കെ നല്ല കളക്ഷൻസ് ആണ്. ഇതിനു മുമ്പ് വന്നിട്ടുണ്ടോ? ഇവിടുന്ന് ഡ്രസ്സ് എടുത്തിട്ടുണ്ട്. നല്ല അഭിപ്രായമാണ് അല്ലേ? ഓക്കെ, അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യനിലോട്ട് പോവുകയാണ്. മാരേജിന് മുൻപ് ഡിവോഴ്സ് വരുന്നത് എവിടെയാണ്? മാരേജിന് മുൻപ് ഡിവോഴ്സ് വരുന്നത് എവിടെയാണ്? കുഴപ്പിച്ചോ? കുസൃതി ചോദ്യമല്ലേ? കുസൃതി ചോദ്യമാണ്. ക്വസ്റ്റ്യൻ ഒന്നുകൂടെ പറയണോ? ക്ലിയർ അല്ലേ? മാരേജിന് മുമ്പ് ഡിവോഴ്സ് വരുന്നത് എവിടെയാണ്? കിട്ടി? അടുത്തെത്തി അല്ലേ? എന്നാലോചിച്ചു. അറിയില്ല. ഓക്കെ, ശരി. കാണാം. ഓക്കെ, അപ്പം നമ്മൾ വന്നിരിക്കുന്നത് ഒരു കുഞ്ഞ് കുസൃതി ചോദ്യമായാണ്. ചോദിച്ചോട്ടെ? നമ്മൾ സൂത്രധാരൻ എന്ന് പറഞ്ഞ പ്രോഗ്രാമുമായിട്ടാണ് സിറ്റി ചാനൽ വന്നിരിക്കുന്നത്. ശോഭിക വെഡിങ്സിൽ ആദ്യമായിട്ടാണോ വരുന്നത്? അല്ല, കുറേ തവണ വന്നു. എന്താണ് ശോഭിക വെഡിങ്സിനെ കുറിച്ചുള്ള ഒരു അഭിപ്രായം? വളരെ നല്ല അഭിപ്രായമാണ്. നല്ല സെലക്ഷൻ ഉണ്ട്. നല്ല കളക്ഷൻസ് ആണല്ലേ ഇവര് പ്രൊവൈഡ് ചെയ്യുന്നത്? നല്ല കളക്ഷൻസ് ആണ്. നമ്മളെ വേർത്തിന് പറ്റിയ, നമുക്ക് പ്രൈസ് ലെസ് ആണ്, ഒക്കെ കൊണ്ട് നല്ലതാണ്. തീർച്ചയായും. എന്നും ശോഭിക കാഞ്ഞങ്ങാടിന്റെ ഹൃദയഭാഗത്ത് തിളങ്ങി നിൽക്കുന്ന ഒരു വെഡിങ് സെന്റർ ആണ്. നമ്മൾ ചോദ്യത്തിലോട്ട് പോവുകയാണ്. ചോദ്യം എന്ന് വെച്ചാൽ മാരേജിന് മുമ്പ് ഡിവോഴ്സ് വരുന്നത് എവിടെയാണ്? മാരേജിന് മുമ്പ് ഡിവോഴ്സ് വരുന്നത് മാരേജിന് മുൻപ് ഡിവോഴ്സ് വരുന്ന എവിടെയാണ്? മാരേജിന് മുമ്പ് ഡിവോഴ്സ് വരുന്നത് മാരേജിന് മുമ്പ് ഡിവോഴ്സ്. കുസൃതി ചോദ്യമല്ല? കുസൃതി ചോദ്യമാണ്. മാരേജിന് മുൻപ് ഡിവോഴ്സ് വരുന്നത് എവിടെയാണ്? മാരേജിന് മുമ്പ് ഡിവോഴ്സ്. ചോദ്യമാണോ? അതെ, കുഴപ്പിക്കുന്നതാണല്ലോ. കുസൃതി ചോദ്യം പിന്നെ അങ്ങനെയാണല്ലോ. യെസ്, റൈറ്റ്.
മാരേജിന് മുന്നേ ഡിവോഴ്സ് വരുന്നത്. എന്തെങ്കിലും ക്ലൂ ഉണ്ടോ? ക്ലൂ എന്താ പറയാ, ബുക്കുമായൊക്കെ ഒരു ടച്ചുള്ള സാധനമാണ്. നമ്മള് കുറെ പേരോട് ചോദിച്ചു ശോഭിക വെഡിങ്സിൽ തന്നെ. അപ്പൊ നമ്മള് വലിയൊരു ക്ലൂ ആണ് ഞങ്ങൾ തന്നിട്ടുള്ളതല്ലേ? ബുക്കുമായിട്ട് വരുന്നതാണല്ലേ? ബുക്കുമായിട്ട് സംബന്ധിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്. മാരേജിന് മുൻപ് ഡിവോഴ്സ് ആകുന്നത്. ഇത്രയും വലിയ ക്ലൂ ആണ് ഞാൻ തന്നിരിക്കുന്നത്. ബുക്കുമായിട്ട് ബന്ധപ്പെട്ടാണ്. മാരേജിന് മുന്നേ ഡിവോഴ്സ് വരുന്നത് ബുക്കുമായിട്ട് ബന്ധപ്പെട്ടതല്ലേ? വായിക്കാറുണ്ടോ? വായിക്കുന്നുണ്ടെങ്കിൽ നമ്മള് കുസൃതി ചോദ്യം ഒന്നും ആരും വായിക്കില്ല. അതെ, ശരിയത്. ബുക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ട് മാരേജിന് മുന്നേ ഡിവോഴ്സ് ആകുന്നത് അല്ലേ? മാരേജിന് മുന്നേ ഡിവോഴ്സ് ആവുന്നത് എവിടെയാണ്? ശരി, കണ്ടതിൽ സന്തോഷം. നല്ല തിരക്കിലാണ്. രാവിലെ മുതൽ എത്ര ദിവസമായി ഈ തിരക്ക് ഇങ്ങനെ തുടങ്ങിയിട്ട്? നമുക്ക് ഈ തിരക്ക് തുടങ്ങിയിട്ടുണ്ട്. കാഞ്ഞങ്ങാടിന്റെ പ്രധാനപ്പെട്ട ഒരു ഷോപ്പാണല്ലോ അല്ലെ ശോഭിക വെഡിങ്സ്. കൂടുതൽ കളക്ഷൻസും അതിനകത്ത് മികവുമാർന്ന ഇത്രയും വർഷമായി കാഞ്ഞങ്ങാട് നഗരത്തിന്റെ ഹൃദയഭാഗത്ത് തിളങ്ങി നിൽക്കുകയാണ്. ശോഭിക വെഡിങ്സിൽ എത്തുന്നവർ നിങ്ങളോട് പറയാറുണ്ടോ, കസ്റ്റമേഴ്സ് പറയാറുണ്ടോ എങ്ങനെയാണ് ശോഭിക വെഡിങ്സിന്റെ കളക്ഷൻസിന്റെ ഒരു അഭിപ്രായമൊക്കെ? എന്നുവെച്ചാൽ നല്ല അഭിപ്രായമാണ് പറയുന്നത്. നമുക്ക് സന്തോഷമാണ് അത് കേൾക്കുമ്പോൾ. വെഡിങ് ആയാലും നമുക്ക് ഇനിയും ആൾക്കാർ അവരെന്നെ കൊണ്ടുവരുന്നുണ്ട്. ഇങ്ങോട്ട് വരും, നമ്മൾ ചോദിക്കാണ്ട് തന്നെ ഇങ്ങോട്ടേക്ക് പറയുന്നുണ്ട്. അഭിപ്രായങ്ങൾ നല്ലതാണ്, സന്തോഷം. അതെ, അപ്പം ഞങ്ങൾ എത്തിയിരിക്കുന്നത് ഒരു കുസൃതി ചോദ്യമായിട്ടാണ്. ഞാനൊന്ന് ചോദിച്ചോട്ടെ ആ കുസൃതി ചോദ്യം? തിരക്കൊന്നുമില്ലല്ലോ, ഇപ്പൊ കസ്റ്റമർ ഇവിടെ ഒന്നും കാണുന്നില്ല. അപ്പോൾ ചോദ്യം ഇതാണ്: മാരേജിന് മുമ്പ് ഡിവോഴ്സ് വരുന്നത് എവിടെയാണ്? മാരേജിന് മുൻപ് ഡിവോഴ്സ് വരുന്നത് എവിടെയാണ്? ടെൻഷനൊന്നും ആവേണ്ട, കൂളായിരുന്നാ നമുക്ക് വേഗം ഉത്തരം കിട്ടും. എന്താ ആലോചിച്ചു? മാരേജിന് മുമ്പ് ക്ലൂ വേണം. ബുക്കുമായി ബന്ധപ്പെട്ടാണ്. ബുക്കുമായി ബന്ധപ്പെട്ടാണ്. ഇല്ല. ഓക്കേ. നല്ല തിരക്കിലാണെന്നറിയാം. ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്ന ഒരു കുസൃതി ചോദ്യമായിട്ടാണ്. ശോഭിക വെഡിങ്സിൽ ആദ്യമായിട്ടാണോ വരുന്നത്? ഇല്ല, ഇതിനു മുന്നേ വന്നിട്ടുണ്ട്. എങ്ങനെയാണ് ശോഭിക വെഡിങ്സിലെ കളക്ഷൻസ്? ഒത്തിരി നല്ല കളക്ഷൻസ് ഉണ്ട്. പ്രത്യേകിച്ച് സീസണൊക്കെ ആകുമ്പോൾ കുറച്ചും കൂടി ഒത്തിരി വെറൈറ്റീസ് അവർ കൊണ്ടുവരാറുണ്ട്. അതെ അല്ലേ? ഞങ്ങൾ ക്വസ്റ്റ്യനിലോട്ട് പോവുകയാണ്. നിങ്ങൾ തിരക്കായതുകൊണ്ട് നമ്മൾ അധികം ദീർഘിപ്പിക്കുന്നില്ല. ക്വസ്റ്റ്യൻ ഇതാണ്: മാരേജിന് മുൻപ് ഡിവോഴ്സ് വരുന്നത് എവിടെയാണ്? ആലോചിക്കാൻ സമയം തരും. ആലോചിക്കാൻ സമയമുണ്ട്. ചോദിക്കാലോ അടുത്തുള്ളവരോടും? ചോദിക്കാം. ചിന്തിക്കൂ. ക്ലൂ വേണോ? ക്ലൂ ഞാൻ അങ്ങോട്ട് ചോദിച്ചിട്ട് ക്ലൂ വേണോന്ന്. ക്ലൂ ഇതാണ്: പുസ്തകവുമായി ബന്ധപ്പെട്ടതാണ്. ഇനി വേഗം കിട്ടുമെന്ന് തോന്നുന്നു എനിക്ക്. പുസ്തകവുമായൊക്കെ ബന്ധപ്പെട്ടതാണ്. പ്രഷറിൽ ഇരുന്ന് ചിന്തിക്കുന്നുണ്ടാകുന്നു, വരുന്നില്ല. അല്ലെങ്കിൽ ഇതൊക്കെ പണ്ടേ ഞാൻ പറയേണ്ടതാണ്. കൂളായിരുന്ന മതി. കൂളായി ഒന്ന് ചിന്തിച്ചു നോക്ക്, കിട്ടും. ഒന്ന് ആലോചിച്ചു. ബുക്കുമായിട്ടൊക്കെ ബന്ധപ്പെട്ടതാണ്. മാരേജിന് മുൻപ് ഡിവോഴ്സ്. ബുക്കുമായി ബന്ധപ്പെട്ടത്. ബുക്ക് ഏതാണ്, ഏത് ബുക്കിലാണ് എന്നൊക്കെ ചിന്തിച്ചു നോക്കി. ഞാനെന്നെ ഉത്തരം പറയേണ്ടി വരും. പുസ്തകം എന്നാണ് ഉദ്ദേശിക്കുന്നത്? അല്ല, അതല്ല. പുസ്തകങ്ങളും ഒക്കെ ആയി ബന്ധപ്പെട്ടാണ്. നിയമപുസ്തകത്തിൽ അതിനെ കുറിച്ച് ഉണ്ടാവുമല്ലോ, ഇങ്ങനെ ഡിവോഴ്സ് എന്നൊക്കെ ഉള്ള കാര്യങ്ങളല്ല. അതല്ല, ഇത് കുസൃതി ചോദ്യമാണല്ലോ. റിമി ടോമി. ഒന്ന് ആലോചിച്ച് നോക്കൂ. ജെൻസി കിഡ്സ് പ്ലീസ്. കിട്ടുന്നില്ല. ഓക്കെ, അപ്പൊ നമ്മുടെ ചേച്ചിമാരോടൊന്ന് ചോദിച്ചാലോ? ചേച്ചിമാരോടൊന്ന് ചോദിക്കുകയാണ്. എന്തെങ്കിലും ഇവിടെ ഇരുന്ന് ആലോചിച്ചോ? അവരോട് ചോദിക്കുമ്പോ ഒന്ന് ആലോചിച്ചോ?
ആലോചനയായോ ഇന്ന് ഈ ഡ്രസ്സ് മടക്കുകയാണെങ്കിൽ ഞാനൊന്ന് ഉത്തരം കണ്ടുപിടിക്കട്ടെ എന്നായിരുന്നല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. അഭിമാനാണ്, ശോഭികയുടെ അഭിമാനാണ്. മാരേജിന് മുന്നേ ഡിവോഴ്സ് വരുന്നത് ബുക്കുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതിലും വലിയ ക്ലൂ സ്വപ്നങ്ങളിൽ മാത്രമാണ്. അറിയില്ല. അതെല്ലേ? ഓക്കെ, താങ്ക് യു. ഒരു ചോദ്യം ചോദിച്ചോട്ടെ, മാരേജിന് മുമ്പേ ഡിവോഴ്സ് ആവുന്നത് എവിടെയാണ്? ചിന്തിച്ചോക്ക്, സിമ്പിളാണ്. ഒരു കുസൃതി ചോദ്യമാണ്. ഡ്രസ് എടുത്താ? ഇല്ല, അറിയില്ല. അടുത്ത ആളോട് പോയി ചോദിക്കാം. മാരേജിന് മുന്നേ ഡിവോഴ്സ് ആവുന്നത് എവിടെയാണ്? വീട്ടിലാണ്. ഇതൊരു കുസൃതി ചോദ്യമാണ്. അറിയില്ല. അറിയോ? അറിയില്ല. ഏട്ടനറിയോ മാരേജിന് മുമ്പേ ഡിവോഴ്സ് ആവുന്നത് എവിടെയാണ്? ഒരു കുസൃതി ചോദ്യമാണ്. ക്ലൂ എന്ന് വെച്ചാൽ ഒരു ബുക്കുമായിട്ട് ബന്ധപ്പെട്ടതാണ്. മസിലൊന്നും പഠിക്കാണോ? ചിരിച്ചോ? അറിയോ? ഡ്രസ് എടുത്താ? ഞങ്ങളൊരു കുസൃതി ചോദ്യമായിട്ട് സൂത്രധാരൻ എന്ന് പറഞ്ഞ സിറ്റി ചാനലിന്റെ പ്രോഗ്രാമിൽ നിന്ന് വന്നതാണ്. ചോദ്യം ഇതാണ്: മാരേജിന് മുൻപ് ഡിവോഴ്സ് വരുന്നത് എവിടെയാണ്? മാരേജിന് മുമ്പ് ഡിവോഴ്സ് വരുന്നത് മാരേജിന് മുൻപ് ഡിവോഴ്സ് വരുന്നത് എവിടെയാണ്? എന്തെങ്കിലും ഒരു ക്ലൂ തരോ? ക്ലൂ ബുക്കുമായി ബന്ധപ്പെട്ടതാണ്. ഒരു ബുക്കുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ബുക്കുമായിട്ടാ? ഇല്ലേ, അറിയില്ല. ഓക്കെ. ഹലോ ചേച്ചിമാരെ, കുറച്ച് ദിവസങ്ങളായിട്ട് നിങ്ങൾ നല്ല തിരക്കിലായിരിക്കും എന്നറിയാം. തിരക്കിന്റെ ഇടയിൽ വിശ്രമമാണോ ഇവിടെ? തിരക്കന്നെ, ഫുൾ ടൈം തിരക്കാണ്, വിശ്രമമൊന്നുമില്ല. അപ്പം ഞങ്ങള് നിങ്ങളെ ഒന്ന് കൂളാക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു കുസൃതി ചോദ്യമായിട്ടാണ് എത്തിയിരിക്കുന്നത്. ഓക്കെ, അപ്പം ഞാൻ ചോദ്യം ചോദിച്ചോട്ടെ. ചോദ്യം ഇതാണ്: മാരേജിന് മുമ്പ് ഡിവോഴ്സ് വരുന്നത് എവിടെയാണ്? ഒന്ന് ആലോചിച്ച് നോക്കിയോ. മാരേജിന് മുൻപ് ഡിവോഴ്സ് വരുന്നത് എവിടെയാണ്? അറിയില്ല. പറയട്ടെ. ഡിക്ഷണറി. കൊച്ചു ഗള്ളി. നമ്മൾ അവിടെയൊക്കെ ചോദിക്കുമ്പോ ഒന്ന് ആലോചിച്ചല്ലേ, ഇവിടെ ഇരുന്ന് തുണി മടക്കുന്ന പോലെ ആക്കിയിട്ട് ആലോചിച്ച് നോക്കിയല്ലേ? ഓക്കെ, അപ്പം ഉത്തരം ശരിയാണ്. ഡിക്ഷണറി ആണ്. ഡിക്ഷണറിയിൽ മാരേജിന് മുൻപിലല്ലേ ഡിവോഴ്സ്? യെസ്. അപ്പൊ ഉത്തരം കിട്ടിയതിൽ സന്തോഷം, കൺഗ്രാറ്റുലേഷൻസ്. അപ്പം നമ്മുടെ ശോഭികയുടെ വക തന്നെ ശോഭികയുടെ സ്റ്റാഫിന് സമ്മാനം ഉണ്ട്. സന്തോഷായില്ലേ? ഹാപ്പി? നല്ലൊരു ചിരിച്ചേ. ഓക്കെ, അപ്പം സമ്മാനം ശോഭിക വെഡിങ്സ് ശോഭികയുടെ സ്റ്റാഫിന് കിട്ടുന്നു എന്നുള്ളത് നിങ്ങൾക്ക് അഭിമാനിക്കാം, ഞങ്ങൾക്കും അഭിമാനിക്കാം. ഓക്കെ, അപ്പം എന്താണ് പറയാനുള്ളത്? ഇങ്ങനെ വന്നതിൽ കൂടുതൽ സന്തോഷം. ഇനി ഇങ്ങനെ വരണമെന്ന് എല്ലാ പരിപാടിക്കും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്നിട്ട് നമുക്ക് നമ്മുടെ കാഞ്ഞങ്ങാടിന്റെ ഹൃദയഭാഗത്തുള്ള നമ്മുടെ അത്രയും പൊലിമയുള്ള ഒരു ഷോപ്പാണ്. ഞാനാണെങ്കിൽ മക്കളെല്ലാം ഇതിൽ പങ്കെടുത്തുകൊണ്ടുണ്ടായിരുന്നു. സമ്മാനം ഒരുപാട് വാങ്ങിയിട്ടുണ്ട്. സിറ്റി ചാനലിൽ ഏറ്റവും കൂടുതൽ പണത്തൊരുന്ന് നമ്മൾ വാങ്ങിക്കൊണ്ടുണ്ടായിരുന്നു. ഇപ്പോൾ കുറേ കാലമായിട്ട് അതിൽ വരാൻ പറ്റുന്നുണ്ടായില്ല. ശരി, അപ്പോൾ താങ്ക് യു സോ മച്ച്. ചെറിയൊരു പരിപാടിയോട് ബന്ധപ്പെട്ട് വന്നെയാണ്. അപ്പം അമ്മച്ചിയോട് തന്നെ ആവാല്ലേ ചോദ്യം. എന്താണ്, വിഷു കളക്ഷൻ ആണോ ഈസ്റ്റർ കളക്ഷൻ ആണോ, എന്താണ്? അയ്യോ, ഒന്ന് നമ്മുടെ ക്യാമറയിലോട്ട് നോക്കുന്നതായിരിക്കും. ചെറിയൊരു ചോദ്യമാണ്. ചോദ്യം ഇതാണ്: നമ്മള് കണ്ണ് കാണുന്നവരും കണ്ണ് കാണാത്തവരും ഒരുപോലെ കാണുന്നത് എന്താണ്? കണ്ണ് കാണുന്നവരും
കണ്ണ് കാണാത്തവരും ഒരുപോലെ കാണുന്നത് എന്താണ്? ഇരുട്ട്. അത് കണ്ണ് കാണുന്നവർക്ക് കാണാലോ, ഇരുട്ട്. പക്ഷേ ഞാൻ ചെറിയൊരു ക്ലൂ തരണോ? നമ്മള് ഈ അമ്മച്ചി ആയതുകൊണ്ട് എനിക്ക് എന്തോ ആ ചിരിയിൽ എനിക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടു പോയി. അപ്പൊ ഞാൻ വലിയൊരു ക്ലൂ കൊടുക്കാണ്. ഇരുട്ടല്ല ഉത്തരം. നമ്മൾ ഉറങ്ങുമ്പോഴാണ് ഇത് കൂടുതലായിട്ടും. അമ്മച്ചിയോടാണ് ക്വസ്റ്റ്യൻ, മകളോടല്ല, അമ്മച്ചിയോടാണ് ക്വസ്റ്റ്യൻ. എന്താണ്? സ്വപ്നം. അവിടുന്ന് മകള് പറഞ്ഞെന്നാലും ഈ അമ്മച്ചിനെ നല്ലോണം ഇഷ്ടപ്പെട്ടു. കാരണം നമ്മളെ വിഷമിപ്പിക്കണ്ടെന്ന് പറഞ്ഞ നിന്നെയാണ്, നല്ല ഷൈനസ് ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ നമ്മുടെ ശോഭിക വെഡിങ്സ് പർച്ചേസിനെത്തി. നമ്മളൊരു ചെറിയ ഗിഫ്റ്റ് തരാണ് ഉത്തരം പറഞ്ഞിട്ട്. ഓക്കെ, സന്തോഷം കണ്ടതില്. ഒരു സൂത്രധാരൻ എന്ന പ്രോഗ്രാമിൽ നിന്ന് വരുന്നതാണ്. ഒരു കുസൃതി ചോദ്യം ചോദിച്ചോട്ടെ? ആരെയും ഒരു ഉപദ്രവം ചെയ്തിട്ടില്ല എന്നാൽ കൊലയാളി എന്ന പേര് കേട്ട സസ്യം. ആരെയും ഇതുവരെ ഒരു ഉപദ്രവം ചെയ്തിട്ടില്ല എന്നാൽ കൊലയാളി എന്ന പേര് കേട്ട സസ്യം. മോൾക്കറിയോ? സത്യം ഒരു മരമാണ്. ആരെയും ഒരു ഉപദ്രവം ചെയ്തിട്ടില്ല എന്ന കൊലയാളി എന്ന സസ്യം. അല്ല, തെറ്റാണ്. അല്ലേ? വിഷുവിന്റെ പർച്ചേസ് ആണോ? അമ്മ കണ്ടിട്ട് ഓടി. ഓക്കെ, അപ്പൊ വിഷുവിന്റെ പർച്ചേസ് ആണോ ഈസ്റ്ററിന്റെ ആണോ? വിഷുവിന്റെ ആണ്. ഓക്കെ, എങ്ങനെയാണ് ശോഭിക വെഡിങ്സിന്റെ കളക്ഷൻസ്? ആദ്യമായിട്ടാണോ വരുന്നത്? അല്ലല്ല, കുറെ പ്രാവശ്യം വന്നത്. എങ്ങനെയുണ്ട്? നല്ല കളക്ഷൻസ് ഉണ്ട്. നല്ല കളക്ഷൻസ് ആണ്. ഓക്കെ, അപ്പൊ നമ്മള് ഒരു കുസൃതി ചോദ്യമായിട്ടാണ് വന്നിരിക്കുന്നത് ഇന്ന്. അപ്പൊ ചോദ്യം ചോദിച്ചോട്ടെ? ആരെയും ഒരു ഉപദ്രവം ചെയ്തിട്ടില്ല എന്നാൽ കൊലയാളി എന്ന പേര് കേട്ട സസ്യം. ആരെയും ഒരു ഉപദ്രവം ചെയ്തിട്ടില്ല എന്നാൽ കൊലയാളി എന്ന പേര് കേട്ട സസ്യം. വരുമ്പോ കാണാം. അയ്യോടാ, കുറച്ചധികം വലിയ ക്ലൂ ആയി പോയി തോന്നല്ലേ അത്? ഓക്കെ, അപ്പൊ നമ്മള് കുഞ്ഞുവാവയ്ക്ക് വേണ്ടിട്ട് ചെറിയൊരു ഗിഫ്റ്റ് ആണ്. നമ്മുടെ ശോഭിക വെഡിങ്സിലെത്തി നമ്മുടെ ചോദ്യത്തിന് ആൻസർ പറഞ്ഞു. ഓക്കെ, അപ്പം കുഞ്ഞുവാവയ്ക്ക് മേടിക്കാൻ പറ്റില്ല, പക്ഷെ നമുക്ക് കുഞ്ഞുവാവയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നേ. ഓക്കെ, വെഡിങ് പർച്ചേസ് ആണോ? എൻഗേജ്മെന്റിന്റെ. ആരുടെ എൻഗേജ്മെന്റ് ആണ്? മോൻ്റെ ആണ് അല്ലേ? ഓക്കെ, അപ്പം നമ്മൾ സിറ്റി ചാനലിൽ നിന്നാണ് ചെറിയൊരു പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് വന്നതാണ്. സൂത്രധാരൻ എന്ന് പറഞ്ഞ ഒരു കുസൃതി ചോദ്യത്തിൻ്റെ ഭാഗമായിട്ടാണ്. ഓക്കെ, അപ്പം ഞാൻ ചോദ്യം ചോദിച്ചോട്ടെ? അതിന് മുന്നേ ചോദിക്കട്ടെ, ശോഭിക വെഡിങ്സിൽ ഇതിനു മുന്നേ വന്നിട്ടുണ്ടോ? വന്നിട്ടുണ്ട്. എങ്ങനെയാണ് ശോഭിക വെഡിങ്സിൻ്റെ കളക്ഷൻസ് ഒക്കെ? നല്ല കളക്ഷൻസ് ആണ്. റേറ്റ് ഒക്കെ എങ്ങനെയാണ്? വലിയ കുഴപ്പമൊന്നുമില്ല. വലിയ കുഴപ്പമില്ല. ഓക്കെ, അപ്പം ഞാൻ ചോദ്യത്തിലോട്ട് പോവുകയാണ്. ചോദ്യം ഇതാണ്. നമ്മൾ എല്ലാവരും എന്നെ വാങ്ങുന്നത് കഴിക്കാനാണ്, എന്നാൽ ആരും എന്നെ കഴിക്കാറില്ല. എന്താണ് ചോദ്യം? ഒന്നുകൂടെ പറയണോ? എല്ലാവരും എന്നെ വാങ്ങുന്നത് കഴിക്കാനാണ്, പക്ഷെ ആരും എന്നെ കഴിക്കാറില്ല. അവിടെ കിട്ടിയെന്ന് തോന്നുന്നില്ലേ? ഒന്ന് ആലോചിച്ച് നോക്ക്. ആ ടെൻഷൻ കൊണ്ടാണ് കിട്ടാത്ത. ഇപ്പൊ ഉത്തരം കിട്ടേണ്ട സാധനമാണത്. എല്ലാവരും വാങ്ങുന്നത് കഴിക്കാനാണ് അല്ലേ? എല്ലാരും വാങ്ങുന്നത് കഴിക്കാനാണ്, പക്ഷെ ആരും കഴിക്കാറുമില്ല. ഇല്ല. ഓക്കേ, കണ്ടതിൽ സന്തോഷം. തിരക്കാണെന്നറിയാം. ചെറിയൊരു ചോദ്യമായിട്ടാണ് വന്നിരിക്കുന്നത്. ഓക്കെ, ഒന്ന് ക്യാമറയിലോട്ട് നോക്കൂ. ചെറിയൊരു ചോദ്യം. എവിടെയാണ് വീട്? ഉദുമ. എന്താണ് പേര്? ആർദ്ര. നല്ല ചിരിയാണ്. ആ ചിരി ഒന്ന് നമ്മളെ ക്യാമറയിലോട്ട് കാണട്ടെന്നേ. ഓക്കെ, അപ്പം ശോഭിക വെഡിങ്സിൽ ആദ്യമായിട്ടാണോ വരുന്നത്?
ഇതിന് മുന്നേ വന്നിട്ടുണ്ട്. ആള് ഷൈ ആണോ? കുറച്ച് നാണം കുടുങ്ങിയാണോ? ഓക്കെ, അപ്പൊ ഞാൻ അമ്മയോട് ചോദിക്കാം. ഓക്കെ, അപ്പൊ ചോദ്യം ആദ്യം തന്നെ ചോദിച്ചോട്ടെ, ശോഭിക വെഡിങ്സിന്റെ കളക്ഷൻസ് ഒക്കെ എങ്ങനെയുണ്ട്? നല്ല കളക്ഷൻസ് ആണ്. ഓക്കെ, അപ്പം നമ്മള് ചോദ്യത്തിലോട്ട് പോവാണ്. എല്ലാരും വാങ്ങുന്നത് കഴിക്കാനാണ്, എന്നെ വാങ്ങുന്നത് കഴിക്കാനാണ്, പക്ഷെ ആരും എന്നെ കഴിക്കാറില്ല. എന്താണ് ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്ക്. എന്നെ വാങ്ങുന്നത് കഴിക്കാനാണ്, പക്ഷെ ആരും എന്നെ കഴിക്കാറില്ല. അല്ല, എല്ലാരും കഴിക്കാനാണ് വാങ്ങുന്നത്. ചെറിയ എന്തെങ്കിലും ആലോചിച്ച് നോക്ക്. ഭക്ഷണവുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. അറിയില്ല. ഓക്കെ, കണ്ടതിൽ സന്തോഷം. ഹലോ, ഞാനൊരു ചോദ്യം ചോദിക്കുന്ന അവിടെ നിന്ന് കണ്ടോ? കേട്ടോ? കേട്ടു. അപ്പൊ ഞാൻ ചോദ്യം ചോദിക്കേണ്ട ആവശ്യമില്ലാന്ന് തോന്നുന്നു. ചോദിക്കണോ ഒന്നൂടെ? ഉത്തരം കിട്ടിയോ? ഓക്കെ, അപ്പം നമ്മള് ചോദ്യം ഇതാണ്. നമ്മൾ കഴിക്കാനാണ് ഷോപ്പിൽ നിന്ന് മേടിക്കുക, പക്ഷെ കഴിക്കാറില്ല. എന്താണ്? ഞാൻ ഉത്തരം കിട്ടിയോണ്ട് ഇവരെ വെറുതെ ബുദ്ധിമുട്ടിക്കണ്ടെന്ന് വെച്ചിട്ടാണ് പറഞ്ഞത്. കിട്ടിയോ ചേച്ചി? കിട്ടിയില്ല. ഓക്കെ, എന്തെങ്കിലും ഭക്ഷണവുമായി ബന്ധപ്പെട്ടാണ്. അതാണ്, ഭക്ഷണവുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഭക്ഷണമല്ല, ഭക്ഷണവുമായി ബന്ധപ്പെട്ടതാണ്. കഴിക്കാനാണല്ലോ. ഇനി ഞാൻ പറഞ്ഞ ചിലപ്പോൾ ഉത്തരം തന്നെ ഞാൻ പറഞ്ഞെന്ന് പോകേണ്ടി വരും. ഭക്ഷണവുമായി ബന്ധപ്പെട്ടാണ്, പക്ഷെ നമ്മൾ കഴിക്കാനാണ് മേടിക്കുന്നത്, പക്ഷെ കഴിക്കാറുമില്ല. എന്താണ്? കഴിക്കാനാണ് മെയിനായിട്ട് നമ്മൾ മേടിക്കുന്നത്. കഴിക്കാനാണ്. ഞാൻ അങ്ങനെ പറയുമ്പോഴെങ്കിലും കിട്ടുമോ? കഴിക്കാനാണ് നമ്മൾ മേടിക്കുന്നത്, പക്ഷെ ആ സാധനത്തിന് കഴിക്കാറില്ല. ആ സാധനത്തിന് കഴിക്കാറില്ല, കഴിക്കാൻ വാങ്ങിച്ചിട്ട് കഴിക്കുന്നില്ല. എന്റെ ചേച്ചി, ഞാൻ ഉത്തരം പറഞ്ഞു, ഉത്തരത്തിന്റെ അടുത്തെത്തി ഞാൻ. എന്താണ്? അറിഞ്ഞൂടാ. ഓക്കെ ചേച്ചി, സന്തോഷം കണ്ടത്. ശോഭിക വെഡിങ്സിൽ ആദ്യമായിട്ടാണോ? അല്ല, ഇടക്കിടക്ക് വരാം. ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. എങ്ങനെയാണ് കളക്ഷൻസ് ഒക്കെ? നല്ല കളക്ഷൻസ് ആണ്. ശോഭിക വെഡിങ്സിനെ കുറിച്ച് കൂടുതൽ എന്താണ് പറയാനുള്ള? വിലക്കുറവ്, എല്ലാ വിലയിലുള്ള സാധനങ്ങൾ അവൈലബിൾ ആണല്ലോ നമുക്കിവിടെ. അതെ, എല്ലാ വിലയിലും നമുക്കുണ്ട്. അതുപോലെ തന്നെ നമ്മൾ വർക്ക്ഫുൾ ആണ്, എന്ന് വെച്ചാൽ നമ്മുടെ മണി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിൻ്റെ അതേ ഒരു നല്ല ഡ്രസ്സും കാര്യങ്ങളും നമുക്കിവിടെ കിട്ടുന്നുണ്ട്. കളക്ഷൻസ് ആണെങ്കിലും പുതിയ പുതിയ ട്രെൻഡിങ് ആയിട്ടുള്ള എല്ലാ കളക്ഷൻസും നമുക്ക് കിട്ടുന്നുണ്ട്. കാഞ്ഞങ്ങാട് വെച്ച് നോക്കുമ്പോൾ നല്ലൊരു ഷോപ്പ്, ക്വാളിറ്റി സാധനങ്ങളാണ്. ഓക്കെ, അപ്പം നമ്മൾ വന്നിരിക്കുന്നത് ഒരു കുഞ്ഞു കുസൃതി ചോദ്യമായിട്ടാണ്. ചോദിച്ചോട്ടെ? ചോദ്യം ഇതാണ്. നമ്മൾ കഴിക്കാനാണ് ഇത് മേടിക്കുന്നത്, പക്ഷെ നമ്മൾ വീട്ടിലെത്തിയാൽ അതിൽ കഴിക്കൂല. അത് കഴിക്കൂല. കഴിക്കാനാണ് നമ്മൾ മേടിക്കുന്നത്, പക്ഷെ വീട്ടിലെത്തിയ കഴിക്കില്ല. അറിയില്ല. ഒന്ന് ആലോചിച്ച് നോക്കുക. ആദ്യം തന്നെ അറിയില്ല എന്ന് പറയില്ലേ? ഭക്ഷണവുമായി ബന്ധപ്പെട്ടാണ്. ഭക്ഷണമല്ല, പക്ഷെ ഭക്ഷണവുമായി ബന്ധപ്പെട്ടതാണ്. നമ്മള് സാധനം മേടിച്ചു കൊണ്ടുവന്നാല് നമ്മള് ആ സാധനം കഴിക്കൂല. കരിവേപ്പില അല്ല, ആ സാധനം നമ്മള് കഴിക്കൂല. ഷോപ്പിൽ നിന്ന് ആ സാധനം വാങ്ങിട്ട് വരും, പക്ഷെ ആ സാധനം എടുത്ത് നമ്മള് കഴിക്കാറില്ല. കവറല്ല, കവറിന്റെ ഉള്ളിലുള്ള സാധനം എന്താണ്? പേപ്പറിലാണോ? പേപ്പറല്ല. നമ്മള് ഒരു സാധനം മേടിച്ചിട്ട് വന്ന വീട്ടിലേക്ക്, പക്ഷെ നമ്മള് ആ സാധനം എടുത്ത് കഴിക്കാറില്ല. പക്ഷെ കഴിക്കാനാണ് നമ്മള് മേടിക്കുന്ന സാധനം. കഴിക്കാനാണ് ആ സാധനം മേടിക്കുന്നത്, പക്ഷേ ആ സാധനം എടുത്ത് നമ്മൾ കഴിക്കില്ല. കഴിക്കാനാണ് നമ്മൾ ഷോപ്പിൽ ആ സാധനം വില കൊടുത്ത് മേടിക്കുന്നത്. പല വർണ്ണത്തിലും ഒക്കെ സുലഭമായി കിട്ടുന്ന സാധനമാണ്. നമ്മള് കഴിക്കാനാണ് വാങ്ങുന്നത്, പക്ഷെ ചേട്ടന് വല്ല ഐഡിയ ഉണ്ടോ? പാത്രം
എന്താണ് കേട്ടില്ല. പാത്രം പാത്രം, പ്ലേറ്റ്. ഓക്കെ, അപ്പൊ നമ്മള് സമ്മാനം ചേട്ടന് തന്നെ പോയിരിക്കുകയാണ്. സന്തോഷമായല്ലോ. ഓക്കെ, അപ്പം ശോഭിക വെഡിങ്സിന്റെ ഒരു ഗിഫ്റ്റ് ആണ്. ഓക്കെ, നമുക്കിവിടെ ഒരു കുഞ്ഞു മോനെ കിട്ടിയിരിക്കുകയാണ്. കുഞ്ഞു മോൻ ഓടുന്നുണ്ട് നമ്മളെ കണ്ടിട്ട്. ഓക്കെ, അപ്പൊ നമ്മുടെ ഈ മോനെ ഒന്ന് നോക്കിയാലോ. ഡ്രസ്സ് എടുക്കാൻ, ഡ്രസ്സ് അളവ് നോക്കാൻ വേണ്ടിട്ട് ഡ്രസ്സൊക്കെ ഊരിയിട്ടാണ് ഉള്ളത്. എന്താണ് പേര് മോനെ? ആദർ. ആരാണ് അമ്മ? ഓക്കെ, അപ്പൊ നമ്മള് ഒരു കുഞ്ഞ് ക്വസ്റ്റ്യൻസുമായി സൂത്രധാരൻ എന്ന് പറയുന്ന സിറ്റി ചാനലിന്റെ പ്രോഗ്രാമിൽ നിന്നാണ് വന്നിരിക്കുന്നത്. അപ്പം ചോദ്യം ചോദിച്ചാൽ ഞാൻ മോനാണെന്ന് പറഞ്ഞിട്ടാണ് വേഗം ഓടി വന്നത്. മോൻ എന്തായാലും ഈ ഉത്തരം പറയാൻ പറ്റില്ല. എത്ര വയസ്സാണ്? 6 വയസ്സല്ലേ? ഓക്കെ, അപ്പം ചോദ്യം ഇതാണ്. കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഊണ് ഏതാണ്? കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഊണ്. അനിയത്തിയാണോ? അല്ല, എന്റെ മോള്. സന്തൂർ മമ്മിയാണല്ലേ? ഓക്കെ, അപ്പം ഉത്തരം അറിയില്ല. ഒന്ന് ആലോചിച്ചാൽ കിട്ടുമോ? ഇഷ്ടപ്പെട്ട ഊണ്. ഐഡിയ ഉണ്ടോ? എന്റെ മോന് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? ഇല്ല. കുട്ടികൾക്കാണ് ഇഷ്ടം ഈ സാധനം. അറിയോ? അറിയില്ല. ക്ലൂ കുട്ടികള് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒന്നാണ്. അതുകൊണ്ടാണല്ലോ കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ ഇപ്പോഴത്തെ ജനറേഷൻ ഏറ്റവും കൂടുതൽ ഇപ്പോഴത്തെ ജനറേഷനിൽ പണ്ടത്തെ കുട്ടികൾക്ക് കളിയൊക്കെ ആയിരുന്നു. കാർട്ടൂൺ. ഞാൻ ഇത്തിരി ഓവർ ആയിപ്പോയല്ലേ? ഓക്കെ, അപ്പൊ എന്തായാലും എനിക്ക് ഈ മോനൊരു ഗിഫ്റ്റ് കൊടുക്കണം എന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ നല്ലൊരു ക്ലൂ കൊടുത്തത്. എന്താണ് മോന്റെ പേര് പറഞ്ഞേ? സന്തോഷായില്ലേ? അമ്മയ്ക്ക് ഗിഫ്റ്റ് കിട്ടി. സന്തോഷായോ? സന്തോഷായി. 7 ബർത്ത്ഡേ ആണ്. അപ്പൊ അഡ്വാൻസ്ഡ് ഹാപ്പി ബർത്ത്ഡേ കൂടെ. ഓക്കെ, അപ്പൊ നമ്മുടെ ശോഭിക വെഡിങ്സ് നിങ്ങൾക്കൊരു ചെറിയ ഗിഫ്റ്റ് എന്റെ മോന് തരുകയാണ്. ഓക്കെ, സന്തോഷായോ? അയ്യടാ, ചിരി കണ്ടാ മതിയല്ലോ. പിന്നെ ഞാൻ ചോദിച്ചോട്ടെ, നമ്മുടെ ശോഭിക വെഡിങ്സിൽ ഇതിനു മുന്നേ പർച്ചേസ് ചെയ്യാൻ വന്നിട്ടുണ്ടോ? ഒരുപാട് തവണ വന്നിട്ടുണ്ട് അല്ലേ? അതെ അല്ലേ? എങ്ങനെയാണ് ശോഭിക വെഡിങ്സിന്റെ കളക്ഷൻസ് എല്ലാം? നല്ല ക്വാളിറ്റി സാധനങ്ങളാണ്. ഓക്കെ, ക്യാഷ് എങ്ങനെയാണ്? കുറഞ്ഞ വിലയുടെയും കൂടിയ വിലയുടെയും ഏത്? എല്ലാ വിലയിലും ഉണ്ട്. നമ്മള് ഇതിനൊത്തിട്ടുള്ള വിലയിലും നമുക്ക് ഡ്രസ് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ ശോഭിക വെഡിങ്സിന്റെ വക നല്ലൊരു ഗിഫ്റ്റ് ആണ് കിട്ടിയിട്ടുള്ളത്. താങ്ക് യു. ഓക്കെ, അപ്പം നമ്മള് ഒരു ചെറിയ ക്വസ്റ്റ്യനും ആയിട്ടാണ് വന്നത്. പറഞ്ഞോട്ടെ. നല്ല തിരക്കിന്റെ ഇടയിലാണ് വിളിച്ചു വരുത്തിയെന്ന് അറിയാം. എങ്ങനെയാണ് ഈ ഒരു ഇത്ര ദിവസം ഭയങ്കര തിരക്കാണല്ലോ ഇവിടെ? നമ്മൾ വരുമ്പോ തന്നെ കണ്ടു. കാർ പാർക്കിംഗ് കണ്ടപ്പോ തന്നെ ഞങ്ങളൊന്ന് ഞെട്ടി. അത്രയും തിരക്കാണ് ശോഭിക വെഡിങ്സിൽ. നല്ല കളക്ഷൻസ് ആണ് കേട്ടോ ശോഭിക വെഡിങ്സിൽ വിഷു വിപണി ലക്ഷ്യമാക്കി ഒരുക്കിയിരിക്കുന്നത്. നമ്മള് ചോദ്യം ഇതാണ്. ചോദ്യം ഇതാണ്. തൊലി കളഞ്ഞാൽ പേര് മാറുന്ന സാധനം. തൊലി കളഞ്ഞാൽ പേര് മാറുന്ന സാധനം. തൊലി കളഞ്ഞാൽ പേര് മാറുന്ന സാധനം. ഒരു ഉൽപ്പന്നമാണ്. അതിന്റെ തോല് നമ്മൾ കളയൂലേ, ആ സമയത്ത് അതിന്റെ പേര് എന്താണ്? കുറച്ചൊന്ന് ആലോചിച്ച് നോക്ക്, പെട്ടെന്ന് കിട്ടും. ടെൻഷനൊന്നും ആവണ്ട. നമ്മള് ശോഭിക വെഡിങ്സ് അല്ലേ, ഹാപ്പി ആയി നിക്ക്. എന്താണ്? അറിയില്ല. ഓക്കെ, താങ്ക് യു.
ഒരു ചോദ്യമായിട്ടാണ്. നമ്മൾ സിറ്റി ചാനലിൽ നിന്നാണ് വരുന്നത്, കാഞ്ഞങ്ങാട്. ശോഭിക വെഡിങ്സിൽ ആദ്യമായിട്ടാണോ വരുന്നത്? വന്നിട്ടുണ്ട്. എങ്ങനെയാണ് കളക്ഷൻസ് ഒക്കെ? അമ്മ ആദ്യമായിട്ടാണോ വരുന്നത്? ഇതിന് മുന്നേ വന്നിട്ടുണ്ട്. ഉദ്ദേശിച്ച പോലെയുള്ള ഡ്രസ്സ് ഇവിടുന്ന് കിട്ടാറുണ്ടോ? കിട്ടാറുണ്ട്. ഓക്കെ, അപ്പം നമ്മൾ ഒരു ചെറിയ ക്വസ്റ്റ്യനുമായിട്ടാണ് വന്നത്. കുസൃതി ചോദ്യമാണ്. ചോദ്യം ചോദിച്ചോട്ടെ. മോളിസിന്റെ പേരെന്താ? ജാൻവി. ചോദ്യം ഇതാണ്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. വലിയ പാടുള്ള ക്വസ്റ്റ്യൻ ഒന്നും ഞാൻ ചോദിക്കില്ല എന്നറിയില്ലേ. തൊലി കളഞ്ഞാൽ പേര് മാറുന്ന സാധനം എന്താണ്? തൊലി കളഞ്ഞാൽ പേര് മാറുന്ന സാധനം ഒന്ന് ആലോചിച്ച് നോക്കുക. ഒരു ഉൽപ്പന്നമാണ്. തൊലി കളഞ്ഞാൽ പേര് മാറുന്ന സാധനം. വേറെ ഓപ്ഷൻ തരും. അവിടുന്ന് ഇവിടുന്നൊക്കെ ഞാൻ പറയട്ടെ പറയുന്നുണ്ട്. കേറി പറയുന്നതിന് മുന്നൊന്നും പറയണം കേട്ടോ. തൊലി കളഞ്ഞാൽ പേര് മാറുന്ന സാധനം. ഇല്ല അറിയില്ല. ക്ലൂ ഒരു ഉൽപ്പന്നമാണ്. നമ്മൾ കഴിക്കാറുണ്ട്. നമ്മൾ ഡെയിലി കഴിക്കാറുണ്ട്. നമ്മൾ കേരളീയര്. പഴമാണോ? പഴമല്ല. ഇതിനപ്പുറം ഞാൻ എങ്ങനെയാണോ ക്ലൂ കൊടുക്ക? നമ്മള് ഡെയിലി കഴിക്കുന്ന സാധനം എന്തായിരിക്കും? ഉത്തരം തന്നെ ഞാൻ പറഞ്ഞു കേട്ടോ. ഡെയിലി കഴിക്കുന്ന സാധനമായിട്ട് ബന്ധപ്പെട്ട സാധനമാണ്. ഓറഞ്ചോ? ഡെയിലി കഴിക്കോ? തേങ്ങ വല്ലതാണോ? അല്ല. തൊലി പോയി കഴിഞ്ഞാല് അതിന്റെ പേര് വേറൊരു പേരാണ്. ഇല്ല, ഞാൻ വിട്ടു. ഓക്കെ, ശരി. കണ്ടതിൽ സന്തോഷം. ഒരു ചെറിയ ക്വസ്റ്റ്യനുമായിട്ടാണ് വന്നത്. ചെറിയൊരു ക്വസ്റ്റ്യനാണ്. നമ്മൾ സിറ്റി ചാനലിൽ നിന്ന് സൂത്രധാരൻ എന്ന് പറഞ്ഞ പ്രോഗ്രാമുമായിട്ട് ബന്ധപ്പെട്ട് വന്നതാണ്. ശോഭിക വെഡിങ്സിൽ ആദ്യമായിട്ടാണോ വരുന്നത്? ആദ്യമായിട്ടാണോ? ഇവിടുത്തെ കളക്ഷൻസ് ഒക്കെ ഇഷ്ടപ്പെട്ടു? ജസ്റ്റ് വന്നിട്ടേ ഉള്ളൂ. വരുമ്പോൾ തന്നെ നമ്മൾ പിടിച്ചു നിർത്തുന്നില്ല. ചെറിയൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് നിങ്ങളുടെ പർച്ചേസ് തുടർന്നോളൂ. ചോദ്യം ഇതാണ്. നമ്മൾ തൊലി കളഞ്ഞു കഴിഞ്ഞാൽ പേര് മാറുന്ന ഒരു സാധനം എന്താണ്? അങ്ങനെ തൊലി കളഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പേര് മാറും. എന്താണ്? നമ്മൾ കഴിക്കുന്ന സാധനമാണ്. ഡെയിലി കഴിക്കുന്ന സാധനമാണ്. നെല്ല്. അവിടെ ഉത്തരം കിട്ടിയിരിക്കുകയാണ്. ഈ ഗിഫ്റ്റ് ഒന്ന് പോയേനല്ലോ അല്ലേ? നമ്മുടെ ഈ ഗിഫ്റ്റ് പോയേനല്ലോ. ആ ഓടി പോയിരുന്നെങ്കിൽ അല്ലേ? ഓക്കെ, അപ്പം എല്ലാവരും കേട്ടോളൂ. ഒന്നുകൂടെ പറഞ്ഞേ ആ ഉത്തരം. നെല്ല്. തൊലി കളഞ്ഞാല് അരിയാണ്. ഓക്കെ, അപ്പം നമ്മുടെ ശോഭിക വെഡിങ്സ് തരുന്ന ഒരു കുഞ്ഞു സമ്മാനമാണ്. ഓക്കെ, താങ്ക് യു. നമ്മളൊരു ചെറിയ കുസൃതി ചോദ്യമായിട്ടാണ് വന്നത്. സിറ്റി ചാനലിൽ നിന്നാണ്. സൂത്രധാരൻ എന്ന് പറഞ്ഞ പ്രോഗ്രാമാണ്. ശോഭിക വെഡിങ്സിൽ ആദ്യമായിട്ടാണോ? അല്ല, മുമ്പ് വന്നിട്ടുണ്ട്. ശോഭിക വെഡിങ്സിന്റെ കളക്ഷനെ കുറിച്ചൊക്കെ എന്താണ് അഭിപ്രായം? നല്ല അഭിപ്രായമാണ്. എത്ര പൈസ കൊണ്ടുവന്നാലും ഇവിടുന്ന് ഡ്രസ്സ് കിട്ടും അല്ലേ? പല തരത്തിലും ഉള്ള ഡ്രസ്സ് ഇവിടെ അവൈലബിൾ ആണ്. ഓക്കെ, അപ്പം നമ്മള് ഒരു കുഞ്ഞ് കുസൃതി ചോദ്യമായിട്ടാണ് വന്നത്. ചോദിക്കട്ടെ? ചോദ്യം ഇതാണ്. നമുക്ക് ഉണ്ടാക്കാൻ പറ്റും പക്ഷെ കാണാൻ പറ്റില്ല. കുസൃതി ചോദ്യത്തിൽ സകലകലാ വല്ലഭയാണല്ലേ? ഓക്കെ, അപ്പൊ നമ്മള് സിമ്പിൾ ചോദ്യം തന്നതാണ് കേട്ടോ. ഓടി പാഞ്ഞു വരുമ്പോ നമ്മളെ പിടിച്ചു നിർത്തിയാണല്ലോ. അപ്പൊ നമ്മള് സമ്മാനം തരേണ്ട നമ്മുടെ കടമയാണല്ലോ. ഓക്കെ, അപ്പൊ പറഞ്ഞതിന് അപ്രീഷിയേറ്റ് ചെയ്യുന്നു കേട്ടോ. ഓക്കെ, അപ്പം നമ്മള് ശോഭിക വെഡിങ്സ് നൽകുന്ന ചെറിയൊരു സമ്മാനമാണ്. ആദ്യത്തെ ചോദ്യം നേരെ കേട്ടോന്ന് തന്നെ എനിക്ക് തോന്നിപ്പോയി, പക്ഷെ ഉത്തരം പറഞ്ഞു. ഓക്കെ, കൺഗ്രാറ്റുലേഷൻസ്. ചെറിയ ചോദ്യമാണ്. നമ്മൾ സിറ്റി ചാനലിന് സൂത്രധാരൻ എന്ന് പറഞ്ഞ പ്രോഗ്രാമിൽ നിന്നാണ് വരുന്നത്. ഓക്കെ, ചോദ്യം ചോദിച്ചോട്ടെ? ചോദ്യം ഇതാണ്. ഒരിക്കലും കായ്ക്കാത്ത മരം ഏതാണ്?
ഒരിക്കലും കായ്ക്കാത്ത മരം. ഒന്ന് ആലോചിച്ചോ, ടെൻഷനൊന്നും ആവാണ്ട് കൂളായിട്ടൊന്ന് ആലോചിച്ചേ. അറിയില്ല. കുഞ്ഞുസിന്റെ പേരെന്താ? ചോദ്യം മനസ്സിലായല്ലോ. ഒരിക്കലും കായ്ക്കാത്ത മരം, കുസൃതി ചോദ്യമാണ്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് ഒന്ന് ആലോചിച്ച് നോക്കുക, പെട്ടെന്ന് കിട്ടുന്ന ഉത്തരാണ്. ഒരിക്കലും കായ്ക്കാത്ത മരം. പെട്ടെന്ന് ഇങ്ങനെ ഓക്കെ, കുഴപ്പമില്ല. ശോഭിക വെഡിങ്സിൽ കുറെ പ്രാവശ്യം വന്നിട്ടുണ്ടോ അതോ ആദ്യമാണോ? വന്നിട്ടുണ്ട്. എങ്ങനെയാണ് ഇവിടുത്തെ കളക്ഷൻസ് ഒക്കെ? നല്ല കളക്ഷൻസ് ആണ്. മാക്സിമം നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഡ്രസ് ഇവിടുന്ന് കിട്ടാറുണ്ടോ? കിട്ടാറുണ്ട്. ഓക്കെ, അപ്പം കണ്ടതിൽ സന്തോഷം. നമ്മുടെ സിറ്റി ചാനലിന് സൂത്രധാരൻ എന്ന് പറഞ്ഞ ഒരു പ്രോഗ്രാമിൽ നിന്ന് വരുന്നതാണ്. ഒപ്പം ഉണ്ടായ ആള് മുങ്ങി, ഇവിടെ എവിടെയും കാണുന്നില്ല. ഓക്കെ, അപ്പം ഒരു ചെറിയ ചോദ്യമാണ്, ഒന്നുമില്ല, ഒരു ചെറിയ ചോദ്യത്തിന് വെറുതെ ഒന്ന് ഉത്തരം പറഞ്ഞാൽ നമ്മുടെ ശോഭിക വെഡിങ്സ് നൽകുന്ന ഒരു സമ്മാനമാണ് കിട്ടാൻ പോകുന്നത്. ചെറിയൊരു ചോദ്യമാണ്, ചോദിക്കട്ടെ? ഉത്തരം അവിടെ പറഞ്ഞാൽ ഇവിടെ റിഗ്രറ്റ് അടിക്കും. അതുകൊണ്ട് ചെറിയൊരു ചോദ്യമാണെന്നേ, ഒരു കുസൃതി ചോദ്യമാണ്. ചോദ്യം ഇതാണ്, ചോദിക്കട്ടെ? സിമ്പിൾ ക്വസ്റ്റ്യൻസേ ഞാൻ ചോദിക്കുള്ളൂ, പേടിക്കണ്ട. ചോദിക്കട്ടെ? ചോദ്യം ഇതാണ്, ഉപയോഗത്തിന് മുൻപ് പൊട്ടിപ്പോകുന്ന സാധനം എന്താണ്? ഉപയോഗത്തിന് മുൻപ് തന്നെ അത് പൊട്ടിപ്പോകും ആ സാധനം. അവിടുന്ന് കേട്ടു പറഞ്ഞതല്ലേ? ഓക്കെ, എന്നാല് ഇപ്പൊ ഞാൻ പോയിരുന്നെങ്കിലോ, ഞാൻ ഉത്തരം പറയുന്നില്ല, അവരുടെ പോയിരുന്നെങ്കിലോ? ഇവിടെ ഉത്തരം ശരിയാണ്, മുട്ടയാണ്. നമ്മള് പൊട്ടി ചോദിച്ചാല് പൊട്ടിയല്ലോ അല്ലേ? ഓക്കെ, അപ്പൊ നമ്മുടെ ശോഭിക വെഡിങ്സ് നൽകുന്ന ഒരു കുഞ്ഞു സമ്മാനമാണ്. താങ്ക് യു. കഴിഞ്ഞോ പർച്ചേസ്? കഴിഞ്ഞിട്ടില്ല. നമ്മളൊരു ചോദ്യം ചോദിക്കട്ടെ, കുസൃതി ചോദ്യമാണ്. ചോദിക്കട്ടെ? ചോദ്യം ഇതാണ്, ഒരിക്കലും കായ്ക്കാത്ത മരം ഏതാണ്? ഈസി ക്വസ്റ്റ്യൻ ആണ്, ഒന്ന് ആലോചിച്ചാൽ കിട്ടും. നോ ടെൻഷൻ, കൂളായിട്ട് പറഞ്ഞു. ഒരിക്കലും കായ്ക്കാത്ത മരം അറിയില്ല. ഒന്ന് ആലോചിച്ച് നോക്കുന്നേ. ഒരിക്കലും കായ്ക്കാത്ത മരം. ഒരു ക്ലൂ തരട്ടെ ഞാൻ? ഇപ്പോ ഇലക്ഷൻ ഒക്കെ വരികയാണ്, രാഷ്ട്രീയക്കാരുമായിട്ട്. യെസ്, അപ്പൊ ഞാൻ ക്ലൂ തരാത്ത പ്രശ്നമേ ഉണ്ടായിരുന്നുള്ളൂ. ഓക്കെ, അപ്പം നമ്മുടെ ഉത്തരം കിട്ടിയിരിക്കുകയാണ്. രാഷ്ട്രീയക്കാരെന്ന് പറയുമ്പോൾ തന്നെ ഉത്തരം കിട്ടി, സമരമാണ് ഉത്തരം. ഓക്കെ, നമ്മുടെ ശോഭിക വെഡിങ്സ് നൽകുന്ന ഒരു കുഞ്ഞു സമ്മാനം ഉണ്ട്. ശോഭിക വെഡിങ്സിൽ ഇതിനു മുന്നേ പർച്ചേസിന് വന്നിട്ടുണ്ടോ? വന്നിട്ടുണ്ട്. എങ്ങനെയാണ് ഇവിടുത്തെ കളക്ഷൻസ് ഒക്കെ? അടിപൊളിയാണ്. ഓക്കെ, കണ്ടതിൽ സന്തോഷം. ഞാൻ ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാനാണ് വന്നിരിക്കുന്നത്. സൂത്രധാരൻ എന്ന് പറഞ്ഞ സിറ്റി ചാനലിന്റെ പ്രോഗ്രാമാണ്. ചോദിക്കട്ടെ? ചോദ്യം ഇതാണ്, റേഷൻ കടയിൽ കിട്ടാത്ത റേഷൻ ഏതാണ്? റേഷൻ കടയിൽ കിട്ടാത്ത റേഷൻ. ആരും ഉറക്കെ പറയണ്ട കേട്ടോ. റേഷൻ കടയിൽ കിട്ടാത്ത റേഷൻ. കുസൃതി ചോദ്യമാണ്, ഒന്ന് ആലോചിച്ചാൽ കിട്ടും. റേഷൻ കടയിൽ കിട്ടാത്ത റേഷൻ ഏതാണ്? അമ്മയ്ക്ക് അറിയോ? അറിയില്ല. അറിയില്ല. റേഷൻ കടയിൽ കിട്ടാത്ത റേഷൻ. കുസൃതി ചോദ്യമാണ്. അപ്പോ ഹോസ്പിറ്റലൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടാണ്. ഹോസ്പിറ്റലൊക്കെ ആയി ബന്ധപ്പെട്ടാണ്. പലർക്കും പലയിടത്തുനിന്നും കിട്ടി, വായൊക്കെ അനക്കുന്നുണ്ട്. അതുകൊണ്ട് ഇനി അധികം വെച്ച് താമസിപ്പിക്കണ്ട, ഒന്ന് പറഞ്ഞോളൂ. ഹോസ്പിറ്റലുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ഒരു സംഭവമാണ്. റേഷൻ കടയിൽ കിട്ടാത്ത റേഷൻ. ഓക്കെ, അപ്പം ശോഭിക വെഡിങ്സിൽ ആദ്യമായിട്ടാണോ? അല്ലല്ല,
ഇതിനു മുന്നേ വന്നിട്ടുണ്ട്. എങ്ങനെയുണ്ട് ശോഭിക വെഡിങ്സിന്റെ കളക്ഷൻസ് ഒക്കെ? വിഷുവിന് ഡ്രസ്സ് എടുക്കാനാണോ വന്നേ? കല്യാണത്തിനാണ്. ഓക്കെ, അപ്പം കണ്ടതിൽ സന്തോഷം. ഈ ചാനലിൽ നിന്നാണ് വരുന്നത്. ശോഭിക വെഡിങ്സിൽ ആദ്യമായിട്ടാണോ? മുമ്പേ വന്നിട്ടുണ്ട്. മുമ്പേ വന്നിട്ടുണ്ട്. എവിടെയാണ് വീട്? നീലേശ്വരം. ഓക്കെ, അപ്പം ചെറിയൊരു ചോദ്യമാണ്. റേഷൻ കടയിൽ കിട്ടാത്ത റേഷൻ ഏതാണ്? റേഷൻ കടയിൽ കിട്ടാത്ത റേഷൻ. ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ടാണ്. ഓപ്പറേഷൻ. ഓക്കെ, അപ്പം നമ്മുടെ പ്രോഗ്രാം വൈൻഡ് അപ്പ് ചെയ്യുന്ന ലാസ്റ്റ് കസ്റ്റമർ ആയിരുന്നു. നമ്മുടെ ശോഭിക വെഡിങ്സ് നൽകുന്ന ഒരു ചെറിയ സമ്മാനം കയറുമ്പോൾ തന്നെ കിട്ടിയില്ലേ? സന്തോഷായില്ലേ? സന്തോഷായി. ഓക്കെ, അപ്പം ശോഭിക വെഡിങ്സിന്റെ പർച്ചേസിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? നല്ല കളക്ഷൻ എല്ലാം ഉണ്ട്. എത്ര രൂപ എടുത്ത് വന്നാലും നമുക്ക് എങ്ങനെയുള്ള ഡ്രസ്സ് ഇവിടെ അവൈലബിൾ ആണല്ലേ? ഓക്കെ, അപ്പം നമ്മുടെ കസ്റ്റമേഴ്സിന്റെ ആ ഒരു ഇത് തന്നെയാണ് നമ്മുടെ ശോഭിക വെഡിങ്സിന്റെ വിജയം എന്ന് പറയുന്നത്. നമ്മുടെ ഇന്നത്തെ സൂത്രധാരൻ എപ്പിസോഡ് നമ്മൾ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണുന്നവരേക്കും ടാറ്റാ, ബൈ.